നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തുർക്കി സ്ഥാപനത്തിന് സെക്യൂരിറ്റി ക്ലിയറൻസ് നഷ്ടമായി. സിവിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഉത്തരവോടെയാണ് സെലബി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സുരക്ഷാ അനുമതി ദേശീയ സുരക്ഷ കണക്കിലെടുത്ത് അടിയന്തരമായി പിൻവലിച്ചത്. സംഘർഷം വർദ്ധിക്കുന്നതിനിടെ പാകിസ്ഥാനെ തുർക്കി പല വിധത്തിൽ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് സെലബിക്കെതിരെ നടപടി വന്നത്. ഇത് തുർക്കി സ്ഥാപനത്തിനെതിരെയുള്ള ഇന്ത്യയുടെ ആദ്യ നടപടിയാണ്. തുർക്കി വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കാനുള്ള വിപുലമായ പ്രചാരണം ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാർ തലത്തിലെ ആക്ഷൻ. ഇന്ത്യയിലെ 9 സുപ്രധാന വിമാനത്താവളങ്ങളിലെ സേവനങ്ങളാണ് സെലബി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഇന്ത്യ ചെയ്യുന്നത്. ഡൽഹി വിമാനത്താവളവും സെലബിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. അതേസമയം തങ്ങൾ വ്യോമയാന സേവന രംഗത്ത് 65 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ആഗോള കമ്പനിയാണെന്ന് സെലബി ഏവിയേഷൻ മറുപടിയിൽ ഓർമ്മിപ്പിച്ചു. 3 ഭൂഖണ്ഡങ്ങളിലും 6 രാജ്യങ്ങളിലും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കാർഗോ സേവനങ്ങൾ ചെയ്തു വരുന്നു. സെലബിയുടെ ഇന്ത്യയിലെ ബിസിനസ് ഒരു ഇന്ത്യൻ സംരംഭമാണ്. നയിക്കുന്നതും പരിപാലിക്കുന്നതും ഇന്ത്യൻ പ്രൊഫഷണലുകളാണ്. തങ്ങൾ ഏത് മാനദണ്ഡപ്രകാരവും തുർക്കി സ്ഥാപനമല്ലെന്നും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട സുതാര്യവും പക്ഷപാതരഹിതവും രാഷ്ട്രീയ ചായ്വുകൾ ഇല്ലാത്തതുമായ കോർപ്പറേറ്റ് ഭരണ സമ്പ്രദായം പിന്തുടരുന്ന കമ്പനിയാണെന്നും സെലബി അവകാശപ്പെട്ടു. അസർബൈജാനൊപ്പം തുർക്കിയും പാകിസ്ഥാനുമായി വാണിജ്യം, ബാങ്കിംഗ്, ടൂറിസം രംഗങ്ങളിൽ അടുത്ത ബന്ധമുണ്ട്. ഈ 3 രാജ്യങ്ങളുടെ സൈന്യം പരസ്പരം ആശ്രയിച്ച് കഴിയുന്നു. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും ഇന്ത്യ ഭീകരകേന്ദ്രങ്ങൾ തവിടുപൊടിയാക്കിയ ശേഷവും തുർക്കി പരസ്യമായി പിന്തുണച്ചത് പാകിസ്ഥാനെയാണ്. തുർക്കി നിർമ്മിത അസീസ് ഗാർഡ്, സോങ്ഗാർ, ബെയ്ക്കാക്തർ TB2 ആളില്ലാ പോർ വിമാനം എന്നിവയാണ് മെയ് 8 രാത്രി പാക് സേന ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യമാക്കിയുള്ള ഡ്രോൺ ആക്രമണത്തിൽ തൊടുത്തുവിട്ടത്. ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു മുമ്പ് തുർക്കി യുദ്ധക്കപ്പൽ കറാച്ചി തുറമുഖത്തെത്തിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ ശേഷം തുർക്കി വ്യോമസേനയുടെ C-130 കറാച്ചിയിൽ ലാൻഡ് ചെയ്തിരുന്നു. JNU അടക്കം ഇന്ത്യയിലെ പ്രമുഖ സർവകലാശാലകൾ തുർക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുകയാണ്. ഇതിന് പുറമെയാണ് തുർക്കി ഉൽപ്പന്ന ബഹിഷ്കരണം പുരോഗമിക്കുന്നത്. ബഹിഷ്കരണമൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും തുർക്കി പ്രസിഡന്റ് റെസെപ് തയ്യിപ് എർദോഗാന് കുലുക്കമില്ല. ഭാവിയിലും നല്ല കാലത്തും മോശം കാലത്തും തുർക്കി സോദര രാഷ്ട്രമായ പാകിസ്ഥാനൊപ്പം നിൽക്കുമെന്നാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനുള്ള സന്ദേശത്തിൽ എർദോഗാൻ പറയുന്നത്. ഇതുകൂടാതെ വിനോദസഞ്ചാര മേഖലയിലും തുർക്കിക്ക് വലിയ തിരിച്ചടിയുണ്ടായി. തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള യാത്രകൾ വൻതോതിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ റദ്ദാക്കി. യാത്രാ പ്ലാറ്റ്ഫോമായ മേക്ക് മൈ ട്രിപ്പിൻ്റെ കണക്കുകൾ പ്രകാരം ഇരു രാജ്യങ്ങളിലേക്കുമുള്ള ഇന്ത്യൻ ബുക്കിംഗുകൾ 60% കുറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ടിക്കറ്റ് ക്യാൻസലേഷൻ 250% വർദ്ധിച്ചു. ഫ്ലൈറ്റ്, ഹോട്ടൽ ബുക്കിംഗുകൾ, മേക്ക് മൈ ട്രിപ്പ് ഉൾപ്പെടെ പ്രമുഖ ഓൺലൈൻ യാത്രാ പ്ലാറ്റ്ഫോമുകൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഇന്ത്യൻ സഞ്ചാരികൾ യാത്ര റദ്ദാക്കരുതെന്ന് തുർക്കി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അഭ്യർത്ഥിച്ചിരുന്നു. തുർക്കിക്കെതിരെ സോഷ്യൽ മീഡിയയിലും പ്രതിഷേധം വ്യാപകമാണ്. നമ്മുടെ രാജ്യത്തോടുള്ള ഐക്യദാർഢ്യവും സായുധ സേനകളോടുള്ള ആഴമായ ബഹുമാനവും കണക്കിലെടുത്ത് ഈ വികാരത്തെ ഞങ്ങൾ ശക്തമായി പിന്തുണയ്ക്കുകയും അസർബൈജാൻ, തുർക്കി എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ അത്യാവശ്യമല്ലാത്ത യാത്രകളും ഒഴിവാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു മേക്ക് മൈ ട്രിപ്പ് തങ്ങളുടെ സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. 2 രാജ്യങ്ങളിലേക്കുമുള്ള എല്ലാ പ്രൊമോഷനുകളും കമ്പനി നിർത്തിവെച്ചിട്ടുണ്ട്. തുർക്കിയിലേക്കുള്ള യാത്ര ബുക്ക് ചെയ്തവരിൽ ഏകദേശം 22% പേരും അസർബൈജാനിലേക്കുള്ളതിൽ 30%-നും മുകളിൽ പേരും യാത്ര റദ്ദാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം 3.8 ലക്ഷം ഇന്ത്യക്കാരാണ് ഈ 2 രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തത്. ഓരോ യാത്രക്കാരിൽ നിന്നും 60,000 മുതൽ 70,000 രൂപ വരെ കണക്കാക്കിയാലും ഏകദേശം 2,500 മുതൽ 3,000 കോടി രൂപയായിരുന്നു ഈ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ ചെലവഴിച്ചിരുന്നത്. അവധിക്കാലമായ ഇപ്പോൾ തുർക്കിയിലേക്കും അസർബൈജാനിലേക്കും യാത്ര നിശ്ചയിച്ച 60% പേരും ഇത് റദ്ദാക്കിയെന്നാണ് യാത്രാ വെബ്സൈറ്റുകളുടെ കണക്ക്. വിമാന നിരക്കുകളിലും കുത്തനെ കുറവ് വന്നുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു.